ഹലോ കൂട്ടുകാരെ, പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയണത്, നന്ദു ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മുത്തച്ഛൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ട് നാട്ടിൽ തന്നെ പോസ്റ്റിങ്ങും കിട്ടുകയാണ്. ഗോവിന്ദനാണെങ്കിൽ നന്ദുവിന് ദൂരെ എവിടെയെങ്കിലും പോസ്റ്റിംഗ് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നന്ദുവിൻ്റെ കൂടെ ക്വാർട്ടേഴ്സിൽ പോയി താമസിക്കായിരുന്നു. അതായിരുന്നു നല്ലതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോവിന്ദനും ചിന്തിക്കുന്നുണ്ട്. കനകയും അത് ശരിവെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നന്ദുവിന് ഇവിടെ വിട്ട് എങ്ങും പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. നന്ദുവിന് സ്വന്തം നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നന്ദുവും. അപ്പം നന്ദു രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാനായിട്ടൊക്കെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കനകയും ഗോവിന്ദനും കൂടെ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നീ ഇത്ര രാവിലെ എവിടെ പോവുകയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടൊന്ന് നടക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഫ്രണ്ട്സുമായിട്ട് നടക്കാൻ പോകുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ ആ ഫ്രണ്ട്സിൽ അനി ഉണ്ടാവരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം തന്നെ നന്ദു നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബന്ധമൊന്നും ഇപ്പം ഞാനും അനിയും തമ്മിലില്ല. അതുകൊണ്ട് അച്ഛൻ എന്നെ ആ ഒരു കണ്ണോട് കൂടി കാണണ്ട. അഥവാ ഇനി അനി എൻ്റെ മുമ്പിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അനിയുടെ മുഖം നോക്കാതെ മാറി നടന്നോളാം. അനിയോട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദുവും പറയുന്നുണ്ട്. ഇപ്പോൾ കനകയും പറയുന്നുണ്ട്, ഇപ്പം തന്നെ അനന്തപുരിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി നമ്മളായിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ കൂട്ടണ്ട. അതുകൊണ്ട് മോള് അനി വന്നിട്ടുണ്ടെങ്കിലും അവനെ മൈൻഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നന്ദു ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം രാവിലെ നടക്കാനൊക്കെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സൊക്കെയും നല്ല സന്തോഷത്തിലാണ്. എന്നാൽ സ്വന്തം നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഫ്രണ്ട്സും പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അനിയും നന്ദുവും കൂടെ ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ട്സ് തന്നെ ഒപ്പിച്ച പണിയായിരിക്കും ഇത്. എന്തായാലും അനി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ നന്ദുവിൻ്റെ മുഖം മാറുന്നുണ്ട്. അനി അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഫ്രണ്ട്സിനൊക്കെ കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുവിനോട് ഒന്നും മിണ്ടുന്നില്ല. നന്ദുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അനിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് എന്തായാലും. എന്നിട്ട് ആ ഫ്രണ്ട്സ് അനിയോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ നീ എന്തിനാ ഞങ്ങളോട് കൺഗ്രാജുലേഷൻസ് പറയുന്നത്? ഞങ്ങളല്ലല്ലോ ട്രെയിനിങ് പാസ്സായത്, നന്ദു അല്ലേ? അപ്പോൾ നന്ദുവിനോടല്ലേ കൺഗ്രാജുലേഷൻസ് പറയേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അനി പറയുന്നുണ്ട്, കൺഗ്രാജുലേഷൻസ് പറഞ്ഞതേ ഇവൾ SA ട്രെയിനിങ് പാസ്സായത് കൊണ്ടൊന്നുമല്ല. തല്ല് കിട്ടേണ്ടവർക്ക് വീട്ടിൽ കയറി 2 കൊടുത്തില്ലേ, അതിനാണ് ഞാൻ കൺഗ്രാജുലേഷൻസ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നന്ദുവിനും ഫ്രണ്ട്സിനും മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞു എന്നുള്ള കാര്യം. അങ്ങനെ നന്ദു അനിയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട്സ് അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നന്ദു ആണെങ്കിലും അനിയോട് വല്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അനിയോട് പറയുകയാണ്, നിന്റെ കല്യാണം കഴിഞ്ഞതാണ്, നിനക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട്, അതുകൊണ്ട് ഇനി നീ എന്നെ കാണാൻ ശ്രമിക്കരുത്, എന്നോട് ഇങ്ങനെ അധികം മിണ്ടാനൊന്നും വരരുത്. ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. ഇപ്പം എൻ്റെ മനസ്സിൽ നീ ഇല്ല. ഇനി ഞാൻ എൻ്റെ ജോലി, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ കരിയർ ഇതൊക്കെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി ഇതിനൊന്നും നേരമില്ല. ഇനി എന്നെ നീ ശല്യം ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനിക്ക് വിഷമമാകുന്നുണ്ടെങ്കിലും അനി പറയുന്നുണ്ട്, നീ നിൻ്റെ പ്രൊഫഷനൊക്കെ നോക്കിക്കോ, പക്ഷേ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും നമ്മുടെ നന്ദു അധികം സംസാരിക്കാനൊന്നും നിൽക്കാതെ തന്നെ അനിയോട് ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോവുകയാണ്. അനിയാണെങ്കിലും വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ നമ്മുടെ അനാമികയും വേണുവും രേവതിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ നന്ദുവും ഫ്രണ്ട്സും കൂടെ വേണൂരിട്ടും രേവതികിട്ടും രാത്രി ഇരട്ടടി കൊടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിയ്ക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ അനാമിക അവർക്ക് 2 പേർക്കുള്ള ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അന്നേരത്തേക്ക് ഇതുവരെ അടുക്കളയിൽ കയറി പരിചയമൊന്നും ഇല്ലാതിരുന്ന നമ്മുടെ അനാമിക ഇട്ട ചായ കുടിക്കാൻ തന്നെ അവർക്ക് പേടിയാവുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും അവർ ചായ വലിയ കുഴപ്പമില്ലാതൊക്കെ കുടിച്ച് കഴിയുന്നുണ്ട്. ആ ഒരു സമയത്ത് അനാമിക വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിരുന്നു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പം വേണു ചോദിക്കുന്നുണ്ട്, ഏത് ഫ്രണ്ടിനെ? അപ്പോൾ അനാമിക പറയുകയാണ്, ഞാൻ അനിയെ ഡിവോഴ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാലും എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞൊരു ഫ്രണ്ടില്ലേ, അവനെ ഞാൻ വിളിച്ചെന്നാ പറഞ്ഞത്. അവൻ്റെ അച്ഛന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നല്ല പിടിപാടുണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയും ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അവനും അവൻ്റെ അച്ഛനും കൂടെ നോക്കിക്കോളും. അതുപോലെ നന്ദുവിൻ്റെ തൊപ്പി തെറിപ്പിക്കാനും നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ SI ആകുന്നതിന് മുമ്പ് തന്നെ അവൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യമൊക്കെ ചെയ്തു എന്നൊക്കെ അറിയുമ്പോഴേക്കും എന്തായാലും അവളുടെ ആ ജോലി അങ്ങ് നഷ്ടപ്പെടും. അത് നമുക്ക് നല്ലതല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. SI ആകുന്നതിന് മുമ്പ് തന്നെ അവൾ ഇങ്ങനെ കാണിച്ചു. SI ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂണിഫോമിൻ്റെ ബലത്തിൽ അവൾ ഇവിടെ കയറി നിരങ്ങും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, പരാതി കൊടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, പ്രയോജനം ഉള്ളതുകൊണ്ടല്ലേ അമ്മയെ പറഞ്ഞത്. ഇപ്പോൾ അവൻ എന്നോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക.
ബാക്കി കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് വേണുവും ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, പരാതി കൊടുക്കാനാണെങ്കിലും ഞങ്ങൾ സ്റ്റേഷൻ വരെ പോകണ്ടേ? ഞങ്ങൾക്ക് അതിനൊന്നും നടക്കാൻ വയ്യ, പിന്നെ ഞങ്ങൾ എങ്ങനെ പോകും എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അയ്യോ അതിന് നടന്നല്ലല്ലോ പോകുന്നത്, കാറിനല്ലേ പോകുന്നത്, ഇതിപ്പോൾ നമ്മുടെ ആവശ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സ്റ്റേഷൻ വരെ പോയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇല്ലെങ്കിൽ അവൾ എസ് ഐ യൂണിഫോം ഇട്ട് ഞെളിഞ്ഞ് അവിടെ തന്നെ ഇരിക്കും, നമുക്ക് പിന്നെ നിലനിൽപ്പില്ലച്ച, അതുകൊണ്ട് ഇപ്പം എന്തായാലും സ്റ്റേഷൻ വരെ പോയേ ഒക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വേണു ഉടനെ തന്നെ പറയുന്നുണ്ട്, അല്ല മോളെ, ഈ പയ്യൻ്റെ അച്ഛന് നമ്മുടെ അനന്തപുരിയിലെ മൂർത്തി സാറിനേക്കാളും പിടിപാടൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത്രയൊന്നും ഇല്ലായിരിക്കും, പിന്നെ എന്തായാലും നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമികയും പറയുന്നുണ്ട്. എന്തായാലും ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അത് നമുക്ക് ഭാവിയിൽ ഒരുപാട് ദൂഷ്യം ചെയ്യും, നമുക്ക് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല അച്ഛാ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളെ ഒതുക്കിയേ പറ്റുള്ളൂ, പറ്റുമെങ്കിൽ അവളുടെ തൊപ്പി തന്നെ തെറിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകാനായിട്ട് റെഡിയാവുകയാണ്. പിന്നെ നമ്മുടെ നന്ദു ആണെങ്കിലും പോലീസ് യൂണിഫോം ഒക്കെ അണിഞ്ഞ് നല്ല സെറ്റപ്പിന് വരികയാണ്. നന്ദുവിനെ കാണുമ്പോഴേക്കും നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നന്ദു അവരുടെ കാലിൽ തൊട്ട് തൊഴുത് അനുഗ്രഹങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോഴും അവർ പറയുന്നുണ്ട്, മോളെ, ഇന്നു മുതൽ നിനക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അനാവശ്യമായിട്ട് ഒന്നിലും ചെന്ന് തലവെക്കരുത്, അതുപോലെ തന്നെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് നീ തിരഞ്ഞെടുത്തിട്ടുള്ളതും, അച്ഛനും അമ്മയ്ക്കും നീ പോലീസ് ആയതിൽ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട്, എന്നാൽ അതിലുപരി പേടിയുമുണ്ട്, മോൾ അക്കാര്യമൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിനെ പിന്നെയും കുറച്ച് നേരം ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് കനകയും ഗോവിന്ദനും കൂടി. അതൊക്കെ കഴിഞ്ഞിട്ട് അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാൻ ഇറങ്ങുമ്പോഴേക്കും തന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പോവുകയാണ്, എനിക്കിനി ഒരുപാട് സമയം ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ എനിക്ക് സ്റ്റേഷനിലെത്തണം, അതിന് മുമ്പായിട്ട് അനന്തപുരിയിൽ ചെന്ന് എൻ്റെ ചേച്ചിമാരുടെ അനുഗ്രഹം കൂടി മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിലും പെട്ടെന്ന് തന്നെ അനന്തപുരിയിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദു പോലീസ് ജീപ്പിൽ തന്നെ അനന്തപുരിയിലോട്ട് വരികയാണ്. പോലീസ് വണ്ടി മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ജലജ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതെന്താ പോലീസ് വണ്ടിയൊക്കെ വന്നിരിക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴാണ് നന്ദുവിനെ പോലീസ് യൂണിഫോമിൽ ജലജ കാണുന്നത്. കാണുമ്പോഴേക്കും ജലജ ഒന്ന് ഞെട്ടുന്നൊക്കെയുണ്ട്, ദൈവമേ ഇവൾ പോലീസ് യൂണിഫോം ഇട്ടോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്തേക്ക് തന്നെ നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവയാനി നന്ദുവിനെ കണ്ട ഉടനെ തന്നെ സന്തോഷത്തോടെ വരാന്തയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് മോളെ വിളിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നല്ല തൊപ്പിയൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ നന്ദു ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ദേവയാനി കണ്ട ഉടനെ തന്നെ നമ്മുടെ നന്ദു കാലിൽ തൊട്ട് തൊഴുത് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ആഹാ നന്ദുമോളെ, മോള് പോലീസ് യൂണിഫോം ഒക്കെ അണിഞ്ഞോ, മോള് ജോയിൻ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവയാനി. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഇല്ല വല്യമ്മേ, ചേച്ചിമാരെ കണ്ട് അനുഗ്രഹം കൂടെ മേടിച്ച്, അതുപോലെ മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ട് നിങ്ങളെയൊക്കെ കണ്ട് എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചിട്ട് പോകാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഉടനെ തന്നെ എനിക്ക് സ്റ്റേഷനിലേക്ക് പോയി ജോയിൻ ചെയ്യണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദുവിനോട് അകത്തോട്ട് കയറി ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവയാനി. ആ സമയത്ത് നമ്മുടെ ജലജയുടെ നോട്ടവും ജലജയുടെ പെരുമാറ്റവും ഒന്നും നമ്മുടെ ദേവയാനിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. പിന്നെ നന്ദു ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴേക്കും തന്നെ ജലജയുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ജലജയോടും ദേവയാനി പറയുന്നുണ്ട്, നീ പോയി നവ്യനെ വിളിക്ക്, ഞാൻ പോയി നയനമോളെയും ആദർശനെയും വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അകത്തോട്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ നന്ദു അകത്തോട്ട് കയറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവയാനി അകത്തോട്ട് ചെന്നിട്ട് തന്നെ ആദർശനോടും നയനയോടും പറയുന്നുണ്ട്, ഒരു VIP നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ താഴോട്ട് വാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഓർത്തു, ഇപ്പോൾ ഇത്ര രാവിലെ ആരാണ് ഇപ്പം നമ്മളെ കാണാനുള്ളത് എന്നൊക്കെ ഓർത്തുകൊണ്ട് അവർ രണ്ടുപേരോടും താഴോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നവ്യയും വരുന്നുണ്ട്. നന്ദുവിനെ പോലീസ് യൂണിഫോമിൽ കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. നയനയാണെങ്കിലും ഓടി വന്നിട്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലീസ് യൂണിഫോമിൽ കാണാൻ സൂപ്പറായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നവ്യയും ഓടി വന്നിട്ട് നമ്മുടെ നന്ദുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. മോള് ജോയിൻ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഇല്ല ജോയിൻ ചെയ്തിട്ടില്ല, ഇവിടെ വന്ന് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ജോയിൻ ചെയ്യാമെന്ന് ഓർത്തോണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദു ആണെങ്കിലും എല്ലാവരുടെയും കാലിൽ വീണിട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ആദ്യം നയനയുടെയും നവ്യയുടെയും അതുപോലെ തന്നെ പിന്നെ ദേവയാനിയുടെയും ആദർശിൻ്റെയൊക്കെ കാലിൽ തൊട്ട് തൊഴുത് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് അത്ര പന്തികേടിലല്ല നമ്മുടെ ജലജ നിൽക്കുന്നത്. കാരണം ജലജ അവിടെ നിൽപ്പുണ്ടെങ്കിലും ജലജയുടെ കാലിൽ തൊട്ട് തൊഴുവോ അല്ലെങ്കിൽ ജലജയോട് പറയുകയോ ഒന്നും തന്നെ നന്ദു ചെയ്യുന്നില്ല. ആ ഒരു ദേഷ്യം നമ്മുടെ ജലജയ്ക്കും ഉണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് തന്നെ നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശനും മുത്തശ്ശി എന്തേ, എനിക്ക് അവരെയും കൂടെ കാണണമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അവർ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്, എന്തായാലും മോള് വന്ന കാര്യം ഞങ്ങൾ ഉറപ്പായിട്ടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞേക്കാം, അവരും മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞേക്കാം, മോളുടെ പേരിൽ ഒരു വഴിപാട് ചെയ്യാനും പറഞ്ഞേക്കാം, മോൾ എന്തായാലും സന്തോഷത്തോടെ പോയിട്ട് വന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ആദർശ നന്ദുവിനെ പിന്നെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്,
എന്നാ ശത്രുക്കളെയൊന്നും ഒരുപാട് ഉണ്ടാക്കരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും കയറി ചെന്ന് ഇടപെടരുത്, അക്രമാസക്തിയായിട്ടുള്ളൊരു പോലീസ് ഓഫീസർ ആകരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. നന്ദുവിൻ്റെ സ്വഭാവം വെച്ചിട്ട് നന്ദു ആരെയും കയറി തല്ലാതിരുന്നാൽ മതിയായിരുന്നു, കയറി ഉടനെ തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെ നമ്മുടെ നായനയും പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെ ഈ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ പേടിയും ഉണ്ടെന്നും പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും മോള് പോലീസ് ഓഫീസർ ആവുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നും പറയുന്നുണ്ട് ആദർശ്. അപ്പം നമ്മുടെ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം ആദർശേട്ടാ, അല്ലെങ്കിലും ആരെയും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. തെറ്റ് കണ്ടാൽ ഞാൻ തിരുത്താൻ ശ്രമിക്കും, തെറ്റിനെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കത്തുമില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അക്രമാസക്തി ആവുന്നത്, അല്ലാതെ എനിക്കാരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഇല്ലയെന്നും പറയുന്നുണ്ട്. ആ ഒരു സമയത്തും ജലജയുടെ മനസ്സിൽ പുച്ഛമാണ് കേട്ടോ. ജലജ ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നന്ദുവിനെ യാത്രയാക്കാനായിട്ട് മുറ്റത്തോട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ജലജയും ദേവാനയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിനെ യാത്രയാക്കാനായിട്ട് എല്ലാവരും പുറത്തോട്ട് വരുമ്പോഴേക്കും തന്നെ നന്ദു അവിടെ ഒരാളെ അന്വേഷിക്കുന്നുണ്ട്. നന്ദു അനിയാണ് അന്വേഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അനിയെ ഒന്ന് കണ്ട് അനിയോടും കൂടി ഒന്ന് സംസാരിച്ചിട്ട് പോകണമെന്നൊക്കെ നമ്മുടെ നന്ദുവിന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നന്ദുവിന് അനിയെ കാണാൻ പറ്റുന്നില്ല. നന്ദുവിൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരയുന്ന കാണുമ്പോഴേക്കും തന്നെ നമ്മുടെ ആദർശിന് കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അകത്തുനിന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന ജലജ ഉടനെ ദേവയാനിയോട് പറയുന്നുണ്ട്, കണ്ടോ അവള് ഇവിടെ വന്ന് നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം മേടിക്കാൻ വന്നതല്ല, അവൾക്ക് കാണേണ്ടത് അനിയായിരുന്നു, അനിയെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ആ പേരും പറഞ്ഞ് ഇപ്പം ഇവിടെ വന്നതെന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അത് കേൾക്കുന്ന ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, നിന്റെ വായിൽ നിന്ന് നല്ലതൊന്നും വരത്തില്ലേ, അല്ലെങ്കിലും നിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജനെ കുറ്റപ്പെടുത്തിയിട്ട് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ എല്ലാവരും കൂടെ യാത്രയാക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ നവ്യയുടെ മനസ്സിൽ എന്തൊക്കെയോ നവ്യ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുമുണ്ട്. ആ ഒരു സമയത്ത് ജലജ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് ജാനകിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾ വന്നത് അനിയെ കാണാനാണെന്നും അവൾ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഞെളിഞ്ഞു വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ തീ കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലജ. ജലജ എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, അവളിപ്പോൾ വന്നതേ അനിയെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാ, അല്ലാതെ ഇവക്ക് വന്ന് ഇവരുടെയൊക്കെ അനുഗ്രഹം മേടിക്കാൻ ഇപ്പം എന്താ ഉള്ളത്? അനുഗ്രഹം വാങ്ങാൻ വന്നവൾ അനുഗ്രഹം മേടിച്ചിട്ട് പോയാൽ പോരെ? അവൾ ഇറങ്ങിയിട്ട് അനിയെ അവിടെ തിരക്കുന്നത് ഞാൻ കണ്ടതാ. അവൾ വന്നതിൻ്റെ ഉദ്ദേശം വേറെ തന്നെയാ. നോക്കിക്കോ ജാനകി, നിന്റെ മരുമകളെ അവൾ ഇവിടുന്ന് പുറത്താക്കും, എന്നിട്ട് അവൾ ഇവിടെ കയറി കൂടുന്നൊക്കെ നമ്മുടെ ജലജ പറയുന്നുണ്ട്. ഇപ്പം ജാനകിയും പറയുന്നുണ്ട്, അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ആ നന്ദുവിന് ഞാൻ ഇവിടെ വാഴിക്കാൻ സമ്മതിക്കില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജലജ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ജാനകിയെ. എന്നിട്ട് ജലജ ഉടനെ തന്നെ ചെന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, കണ്ടോ അവൾ കാണിച്ചത് നീ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ അവൾ എന്താ കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഒരുത്തി ഇവിടെ വന്നല്ലോ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ടോണ്ട്, അവൾ എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കാനാ വന്നതെന്നൊക്കെ പറഞ്ഞു. അവൾ അനുഗ്രഹം മേടിക്കാൻ തന്നെയാണോ വന്നതെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറയുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന്. അല്ല, അവൾ വന്ന് അനുഗ്രഹം മേടിച്ചിട്ട് പോകാൻ ഇറങ്ങുമ്പോഴേക്കും തന്നെ അവൾ ആരെയോ തിരയുന്നത് ഞാൻ കണ്ടായിരുന്നു. അനിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. പോലീസ് യൂണിഫോം ഇട്ടു എന്നുള്ളത് അനിയെ ഒന്ന് കാണിക്കണമല്ലോ, അതൊക്കെ കൂടി മനസ്സിൽ വെച്ചിട്ട് തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വന്നേ. അതുവഴി അനാമികയെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് അവൾക്ക് ഇവിടെ കയറി കൂടാൻ വേണ്ടിയിട്ട് തന്നെ അവൾ ശ്രമിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിലും അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, അമ്മയായിട്ട് ഇങ്ങനെ വെറുതെ ഓരോന്ന് ചിന്തിച്ചിരിക്കേണ്ടെന്നും പറയുന്നുണ്ട്. അവളിപ്പം പോലീസ് യൂണിഫോം അണിഞ്ഞിരിക്കുകയല്ലേ, അവൾ ഇനിയിപ്പോൾ അതൊന്നും ചിന്തിക്കില്ല, അവൾക്കിനി ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കാനില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലയെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഉടനെ തന്നെ ജലജ നവ്യയോട് പറയുന്നുണ്ട്, ആ മോളെ, ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യം കൂടിയാണ്. ഇനി ഇന്ന് കണ്ടില്ലായിരുന്നോ, അവൾ നിങ്ങളുടെ എല്ലാ അനുഗ്രഹം മേടിച്ചില്ലേ, ഞാൻ അവിടെ നിൽപ്പുണ്ട്, എന്നെ അവൾ മൈൻഡ് പോലും ചെയ്തില്ല. പോട്ടെ, ഞാൻ എൻ്റെ സ്വഭാവം പണ്ടേ എങ്ങനെയാണ്, എൻ്റെ സ്വഭാവം പണ്ടേ എങ്ങനെയാണ്, അതുകൊണ്ട് അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറയാം. പക്ഷേ എന്നാലും എല്ലാ തെറ്റും ചെയ്ത് മാനിനെ പോലെ നടക്കുന്ന ആദർശിൻ്റെ കാലിൽ തൊട്ട് തൊഴുത് എന്തിനാ? അവനിപ്പോൾ അത്രമാത്രം യോഗ്യതയുണ്ടോ? അവളെ അനുഗ്രഹിക്കാൻ മാത്രം അവൾക്ക് അത്രമാത്രം യോഗ്യതയുണ്ടോ? എന്നിട്ടും അവൾ എന്തിനാ മോളെ ആദർശിൻ്റെയൊക്കെ കാലിൽ തൊട്ട് തൊഴുത് പോണത്? ഇവിടെ ഒരുത്തനുണ്ടല്ലോ, അബി, നിന്റെ ഭർത്താവ്, അവൻ പോലും ഇങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവനെ ഒന്ന് കാണാനോ അവൻ എന്ത് ചെയ്ത് പോലും അന്വേഷിച്ചില്ലല്ലോ നിന്റെ പുന്നാര അനീതി. അവൻ്റെ അനുഗ്രഹം മേടിക്കണമെന്ന് നമുക്ക് തോന്നിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ജലജ നവ്യനെ ചൂട് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ നവ്യയുടെ മനസ്സിലങ്ങ് കൊള്ളുകയാണ് കേട്ടോ. അഭിയേട്ടനെ ഒഴിവാക്കിയിട്ട് ആദർശിന്റെ മാത്രം അനുഗ്രഹം മേടിച്ചത് നന്ദു ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നൊക്കെ നമ്മുടെ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ജലജ ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അഭിയോട് ഈ ഒരു ഇരട്ടത്താപ്പുണ്ട്. അതിപ്പം മോളുടെ അനീതി ആയാലും കാണിച്ചത് കണ്ടില്ലേ, പിന്നെ ഈ വീട്ടിലുള്ളവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എല്ലാ തെറ്റും ചെയ്ത ആദർശ് ഇപ്പോഴും മാനിനെ പോലെ നടക്കുക, അതിന് വളം വെച്ചു കൊടുക്കാൻ നിന്റെ അനീതി.
ഇപ്പം ദേ അവളും കാണിച്ചത് കണ്ടില്ലേ, എല്ലാവരുടെയും അനുഗ്രഹം അവൾ മേടിച്ചു, പക്ഷേ അബിയ അവളും ഒഴിവാക്കിയില്ലേ. ഇതൊക്കെ തന്നെയാണ് ഞാനും പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴേക്കും ഞാൻ പറയുന്നതൊക്കെ തെറ്റായിട്ടേ നിങ്ങൾക്ക് തോന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യയുടെ മനസ്സിനൊന്ന് ഇളക്കിയിട്ടാണ് ജലജ അവിടുന്ന് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു എസ് ഐ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സ്വന്തം നാട്ടിൽ തന്നെ എസ് ഐ ആയിട്ട് പോസ്റ്റിംഗ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവൾക്കും അവളുടെ ഫ്രണ്ട്സിനും ഒക്കെ കൂടി. അങ്ങനെ നമ്മുടെ നന്ദു ഭയങ്കര ഗെറ്റപ്പിൽ തന്നെ പോലീസ് ജീപ്പിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അവിടെയുള്ള ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സ് എല്ലാം കൂടെ നന്ദുവിന് നല്ലൊരു സ്വീകരണം തന്നെ കൊടുക്കുന്നുമുണ്ട്. ഈ ഒരു സമയത്തേക്ക് തന്നെ, അതായത് നന്ദു അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വേണുവും രേവതിയും കൂടെ ഒരു പരാതിയൊക്കെ കൊടുക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അനാമികയുടെ കാമുകന്റെ അച്ഛന് പിടിപാടുള്ള ഒരു പോലീസ് ഓഫീസർ ആ ഒരു സ്റ്റേഷനിലുണ്ടായിരുന്നു. അപ്പോൾ അയാളെ കണ്ടിട്ട് നമ്മുടെ വേണുവും രേവതിയും കൂടെ സംസാരിക്കുന്നുണ്ട്, തല്ലുകിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് നമ്മുടെ വേണുവിൻ്റെയും രേവതിയുടെയും ശത്രു പുതിയ എസ് ഐ ആണെന്നുള്ള കാര്യം അറിയില്ലല്ലോ. അയാളും പറയുന്നുണ്ട് എന്തായാലും ഇതിനെതിരെ ഒരു കേസ് കൊടുക്കണം, അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങനെ അവരിങ്ങനെ സംസാരിക്കുകയാണ്. നമ്മുടെ വേണുവും രേവതിയും കൂടെ പുതിയ എസ് ഐ എന്തായാലും നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളായാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും ആ നന്ദുവിൻ്റെ തൊപ്പി നമുക്ക് തീർപ്പിക്കണം. അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവക്കിട്ട് ഒരു തിരിച്ചടി എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കാണ് നമ്മുടെ നന്ദുവിനെ സ്വീകരിച്ച് പോലീസ് ഓഫീസേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദു ഇങ്ങനെ അങ്ങോട്ടേക്ക് വലിയ ഗമയിൽ കയറി വരുന്ന കാണുമ്പോഴേക്കും നമ്മുടെ വേണുവിൻ്റെയും രേവതിയുടെയും കിളി തന്നെ പോയെന്ന് പറയാം. അവരാകെ ഷോക്കായിരിക്കുകയാണ് കേട്ടോ. നന്ദുവിൻ്റെ മുഖത്തും ആ ഒരു ചിരിയും പരിഹാസമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് തല്ല് കൊണ്ടവർ തന്നെ എനിക്കെതിരെ കേസ് എടുക്കാൻ എൻ്റെ മുമ്പിൽ വന്നിരുന്നുള്ള അവസ്ഥ എന്താണ്, എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദു. അപ്പോഴേക്കും നമ്മുടെ വേണു രേവതിയും കൂടെ പറയുന്നുണ്ട്, അയ്യോ ഇനി എന്ത് ചെയ്യും വേണുവേട്ടാ, ഇവളാണോ ഇവിടുത്തെ എസ് ഐ? ഇനിയിപ്പോൾ നമ്മൾ ഇവക്കെതിരെ എങ്ങനെ കേസ് കൊടുക്കും? കേസ് കൊടുത്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോകാം, ഒരു കേസിനും വഴക്കിനും നിൽക്കണ്ട. ഇവളുടെ കയ്യിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൾ ആരെ പിടിക്കാനാ? ഇവളുടെ കയ്യിൽ നിന്ന് തന്നെ തല്ലി മേടിച്ചിട്ട് ഇവളുടെ കയ്യിൽ തന്നെ നമ്മൾ പരാതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്തായാലും വീട്ടിൽ പോകാം, ഉള്ള ജീവനും കൊണ്ട് നമുക്ക് വീട്ടിൽ പോയി കാണും റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് രേവതിയും വേണും കൂടെ അനാമിയെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ്. അനാമികെ മോളെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, സ്റ്റേഷനിലെ എസ് ഐ തന്നെ ആ നന്ദു ആണ്. പിന്നെ നന്ദു നമ്മളെ തല്ലിയെന്നും പറഞ്ഞിട്ട് എങ്ങനെയാ മോളെ അവക്കെതിരെ അവളുടെ അടുത്ത് തന്നെ പരാതി കൊടുക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് വന്നു, ഇരുന്ന് നാണം കെടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പരാതിക്കൊന്നും നിന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ ജീവനും കൊണ്ട് വീട്ടിൽ വന്നു മോളെ. ഇനി എന്തായാലും മോളും ഒന്ന് സൂക്ഷിച്ചിരിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അനാമയ്ക്കും അങ്ങോട്ട് കലിയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിൽ പോയിട്ട് വരികയാണ് കേട്ടോ. വന്നു കഴിയുമ്പോഴേക്കും തന്നെ നയന നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് മുത്തശ്ശ, നന്ദു രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചിട്ടാണ് അവൾ ജോയിൻ ചെയ്യാൻ പോയത്. നമ്മുടെ നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടിയതിൽ അവൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം എടുക്കാൻ അവൾ വന്നായിരുന്നു. ആ സമയത്ത് മുത്തച്ഛനും മുത്തശ്ശിയും കാണാൻ പറ്റാഞ്ഞതിൽ അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും അവൾക്ക് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ മോളെ, ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നന്ദു നല്ലൊരു കുട്ടിയാണ്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ നമ്മുടെ നന്ദുവിനെ പുകഴ്ത്തി പറയുന്നതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ അനാമയൊക്കെ അങ്ങോട്ട് കലി ഇളകുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അനാമികയും ജാനകിയും ജലജയും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇവരോട് തർക്കിക്കുകയാണ്. അവരതിനെയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ജലജ ഇങ്ങോട്ട് ഇങ്ങനെ പറയുകയാണ്, അവൾ രാവിലെ വന്നത് എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കാനൊന്നും അല്ല, അനിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൾ പോലീസ് യൂണിഫോം ഇട്ടേക്കുന്നത് അനിയെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജലജ അവിടെ ബഹളം ഉണ്ടാക്കിയാണ് കേട്ടോ. അതിന് വക്കാലത്തുമായിട്ട് നമ്മുടെ ജാനകിയും വരുന്നുണ്ട്. ജാനകിയും പറയുന്നുണ്ട്, എൻ്റെ മകനും മരുമകളും ഇവിടെ അവളുടെ പേരിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവൾ എന്തിനാണ് എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത്? അല്ലെങ്കിലും നയനയോ അല്ലെങ്കിൽ നവ്യോ ആയിരിക്കും അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുകയാണ് നന്ദുവിനെ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനും ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഒരക്ഷരം ആരും ഇവിടെ മിണ്ടേണ്ട കാര്യമില്ല. അനാമിക പറയുന്നുണ്ട്, അവൾ എസ് ഐ ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനും അമ്മയും തല്ലി ചതച്ചു. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ലല്ലോ. എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും കൂടി ഇപ്പോൾ പരാതി കൊടുക്കാൻ പോയപ്പോഴേക്കും അവളാണ് ഈ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എന്നുള്ളത് അവരറിയുന്നത്. അവളാ തല്ലിയെന്ന് പറഞ്ഞ് അവൾക്കെതിരെ എങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പറ്റും? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഭയങ്കര കഷ്ടം തന്നെയാണ്. എങ്ങനെയാ എല്ലാവരും കൂടെ അവൾക്ക് വളം വെച്ച് കൊടുക്കുകയല്ലേ? അവൾ ഈ സ്റ്റേഷനിൽ തന്നെ എസ് ഐ ആയത് മുത്തശ്ശൻ്റെ ഒത്താശയോട് കൂടി തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് മുത്തശ്ശനോടും എതിർത്ത് നിൽക്കുകയാണ് നമ്മുടെ അനാമിക.
അതൊക്കെ കേൾക്കുമ്പോഴേക്കും മുത്തശ്ശൻ ആകെ പിടിപിടിക്കുകയാണ്. മുത്തശ്ശൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സ്റ്റേഷനിലേക്ക് നന്ദു എന്തുകൊണ്ടും എസ് ഐ ആകാൻ യോഗ്യതയുള്ള ഒരു കുട്ടി തന്നെയാണ്. ആ കുട്ടിക്ക് വേണ്ട പ്രൊഫഷൻ തന്നെയാണ് ആ കുട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തെറ്റ് ചെയ്തവരല്ലേ പോലീസിനെ കാണുമ്പോൾ ഭയക്കേണ്ടതുള്ളൂ. തെറ്റ് ചെയ്തവരൊക്കെ സൂക്ഷിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും അവളെ വിമർശിക്കാൻ ഒരു യോഗ്യതയുമില്ല. അതുകൊണ്ട് കൂടുതൽ ആരും ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നത് ഈ കുടുംബത്തിൽ ഒരു താളം തെറ്റിൽ ഉണ്ടാകണ്ടെന്നോ കരുതിയിട്ടാണ്. തന്നെയല്ല, ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് പുറം ലോകം അറിഞ്ഞാൽ ഇതിൽ കൂടുതൽ നാണക്കേട് ഇനി വേറൊന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പലതും ഇവിടെ വെളിപ്പെട്ടേനെ, പലരുടെ ജീവിതം ഇവിടെ അവതാളത്തിലായേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ നവ്യാണെങ്കിലും നന്ദുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത്, നീ എല്ലാ തെറ്റും ചെയ്ത ആദർശിൻ്റെ കാലിൽ തൊട്ട് തൊഴുത് അനുഗ്രഹം മേടിച്ചു. എന്നാൽ എൻ്റെ അഭിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അഭിയേട്ടൻ എന്ത് ചെയ്യുന്നോ, എവിടെ പോയെന്നോ, അല്ലെങ്കിൽ അഭിയേട്ടൻ്റെ അനുഗ്രഹം മേടിക്കാനോ നിനക്ക് തോന്നിയില്ലല്ലോ. നീയും അവരുടെ പക്ഷം ചേർന്ന് നിന്ന് ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയാണോ? അല്ലെങ്കിലും അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയാണ് നമ്മുടെ നവ്യ നന്ദുവിനോട്. അപ്പം നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ട്രെയിനിങ് പൂർത്തിയാക്കാൻ സഹായിച്ചത് ആദർശേട്ടനും മുത്തശ്ശനും കൂടിയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പോലീസ് യൂണിഫോം പോലെ മണിയില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കടപ്പാട് എപ്പോഴും എനിക്ക് അവരോടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദു. പിന്നെ അഭിയേട്ടനെ ആ സമയത്ത് അവിടെ കണ്ടില്ലല്ലോ. തന്നെയല്ല, എനിക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ വന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും നമ്മുടെ നവ്യയ്ക്ക് അങ്ങോട്ടേക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നവ്യയ്ക്കാണെങ്കിലും നയനയോടും ആദർശിനോടും ഇപ്പോൾ ദേഷ്യം കൂടിക്കൂടി വരികയാണല്ലോ. നന്ദുവിൻ്റെ ഭാഗത്തുനിന്നും കൂടെ ഇങ്ങനെ ഒരു അവഗണന ഉണ്ടായപ്പോഴേക്കും അത് നമ്മുടെ നവ്യയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.